കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ അല്പസമയത്തിനകം തന്നെ പുനരാരംഭിക്കും. ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടറുകൾ എത്തിച്ചാകും ഇന്ന് പരിശോധന നടത്തുക. കരയിലും വെള്ളത്തിലും തെരച്ചിൽ നടത്താനാകുന്ന തരം സംവിധാനങ്ങളാണ് സൈന്യം കൊണ്ടുവരിക. AK അഭിലാഷ് ഉണ്ട് ഷിരൂരിൽ നിന്നും തത്സമയം. അഭിലാഷ്, നമുക്കറിയാം അർജുനായിട്ടുള്ള തിരച്ചിൽ ഇന്നിപ്പോൾ 7ാം ദിവസത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. അത്യാധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉൾപ്പെടുത്തിയുള്ള തെരച്ചിലാകും ഇന്ന് നടത്തുക. അല്പസമയത്തിനകം തന്നെ തെരച്ചിൽ പുനരാരംഭിക്കുമെന്നും പറയുന്നു. ഏത് രീതിയിലാകും ഇന്നത്തെ തിരച്ചിൽ തുടരുക? അവിടുത്തെ കാലാവസ്ഥ ഇപ്പോൾ എപ്രകാരമാണ് അഭിലാഷ്? തുളസി, ഒരേ സമയം പുഴയിലും അതോടൊപ്പം തന്നെ കരയിലുമായിട്ടുള്ള പരിശോധനയായിരിക്കും ഇന്ന് നടക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ റവന്യൂ മിനിസ്റ്റർ തന്നെ പറഞ്ഞത് ഈ പുഴയിലുള്ള ഒരു പരിശോധനയ്ക്കായിരിക്കും കൂടുതൽ പ്രാമുഖ്യം നൽകുക എന്നുള്ള കാര്യം ഇന്നലെ അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. അതേസമയത്ത് കരസേനാ ഉദ്യോഗസ്ഥർ പറയുന്നത് ഈ മണ്ണ് എടുത്തു മാറ്റുന്ന പ്രവർത്തികൾ ഇന്നും തുടരും. അതോടൊപ്പം തന്നെ ആ മേഖലയിൽ GPR, കൂടുതൽ ശക്തിയുള്ള GPR കൊണ്ടുവന്ന് അവിടെ പരിശോധന നടത്തുമെന്നാണ് പറയുന്നത്. ഏതാണ്ട് 14 മീറ്ററോളം ആഴത്തിൽ പരിശോധിക്കാൻ ശേഷിയുള്ള ഹൈ പെൻട്രേറ്റർ മെഷീൻ റഡാർ ആയിരിക്കും എത്തിക്കുക എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഉച്ചയോട് കൂടി ഈ റഡാർ എത്തിക്കാൻ കഴിയുമെന്നുള്ള ഒരു ശുഭപ്രതീക്ഷയാണ് അവരും വെച്ചു പുലർത്തുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സർഫേസിൽ എവിടെയാണ് ഈ വാഹനം നിൽക്കുന്നത് എന്ന് കണ്ടെത്താൻ പെട്ടെന്ന് കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത. ഈ ഡിവൈസ് റഡാർ നേരത്തെ എത്തിക്കുന്ന പക്ഷം ആ മേഖലയിൽ മാത്രം മണ്ണ് നീക്കി വാഹനം എത്തിക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ കരുതുകയും ചെയ്തത്. ഇന്നലെ രഞ്ജിത്ത് ഇസ്രായേൽ അടക്കമുള്ള ആളുകൾ പറയുന്നതും അത് തന്നെയാണ്. അതായത് കരയിലെ രക്ഷാപ്രവർത്തനം ഇന്നും തുടരും. ഒരു പക്ഷേ ഇന്ന് കൂടിയേ ഈ കരയിലെ രക്ഷാപ്രവർത്തനം ഉണ്ടാവൂ എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. കാരണം ഇന്ന് ഈ കരയിലെ രക്ഷാപ്രവർത്തനം പൂർത്തീകരിക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ കൂടിയാണ് അവർ പങ്കുവെക്കുന്നത്. ഏതായാലും പുഴയിലടക്കം അതോടെ തന്നെ പുഴയുടെ ഭാഗത്ത് സൈഡിലായിട്ട് ഈ മണ്ണിടിഞ്ഞിരിക്കുന്നതിൻ്റെ അടിഭാഗത്തായും തെരച്ചിൽ തുടരേണ്ടതുണ്ട്. ഈ ഭാഗത്ത് തെരച്ചിൽ തുടരണമെങ്കിൽ ഡ്രഡ്ജർ കൊണ്ടുവന്നതിന് ശേഷം മാത്രമേ തെരച്ചിൽ നടത്താൻ കഴിയൂ എന്നുള്ള മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. അത് എത്തിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഇന്നലെ MLA സതീഷ് സൈനി അടക്കമുള്ള ആളുകൾ പറയുന്നത്. അതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചതായും അവർ പറയുന്നുണ്ട്. അതേസമയത്ത് ഈ പുഴയുടെ മധ്യഭാഗത്ത് ഇപ്പോൾ കൂടിയിരിക്കുന്ന ഈ മൺകൂനയുണ്ട്. ഈ മൺകൂനയ്ക്കുള്ളിൽ ഈ വാഹനമുണ്ടോ എന്നുള്ളൊരു പരിശോധന കൂടി നടത്തേണ്ടതുണ്ട്. ഈ ഘട്ടത്തിൽ അത്തരത്തിലൊരു പരിശോധന നടത്താൻ ആദ്യഘട്ടത്തിൽ നടക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയവുമുണ്ട്. ഏതായാലും ഈ കരയിലെ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും ഈ പുഴയിലെ പരിശോധനയിലേക്ക് പോവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ പുഴയുടെ മറ്റ് മേഖലകളിൽ ഈ സ്കൂബ ടീം പരിശോധന നടത്തും. അവരുടെ സോണാർ സിസ്റ്റം ഉപയോഗിച്ചുള്ള ഒരു പരിശോധന കൂടിയായിരിക്കും ഇന്നും നടത്തുക. കഴിഞ്ഞ 3 ദിവസമായി അത്തരത്തിലുള്ള പരിശോധനകൾ നടത്തുന്നുണ്ട്. നേവിയുടെ സ്കൂബ ടീം ഇന്നലെ വീണ്ടും പരിശോധന നടത്തിയിരുന്നു. ഏതാണ്ട് കടലിലേക്ക് ഇവിടുന്ന് 7-8 കിലോമീറ്ററോളം ദൂരമാണ്. ആ ദൂരം നിരവധി തവണ ഇപ്പോൾ റൗണ്ട് ചെയ്ത് പരിശോധന നടത്തി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇനിയും അത്തരത്തിലുള്ളൊരു പരിശോധന തുടരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ വാഹനം ഈ പുഴയിലേക്ക് തള്ളിപ്പോയിട്ടുണ്ടെങ്കിൽ ആ വാഹനത്തിനനുസരിച്ച് അഭിലാഷിലേക്ക് തിരിച്ചെത്താം. നമുക്ക് ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടറുകൾ എത്തിച്ചാകും ഇന്നത്തെ ഒരു പരിശോധന നടക്കുക. ഒപ്പം കരയിലും വെള്ളത്തിലും തെരച്ചിൽ നടത്തും. ഇത്തരത്തിലുള്ള സംവിധാനമാണ് സൈന്യം കൊണ്ടുവരിക. AK അഭിലാഷാണ് വിശദാംശങ്ങൾ നൽകിയത്.